ഇന്ന് ഓഗസ്റ്റ് 3, 2023. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇന്നും ഒരുപാട് പ്രത്യേകതകളുണ്ട്. സയന്റിഫിക് ആയിക്കോട്ടെ, ഹിസ്റ്റോറിക്കൽ പരമായിക്കോട്ടെ, ഒരുപാട് ഇവന്റ്സ് ഇന്നും നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്കതൊക്കെ നോക്കിയാലോ. ഓഗസ്റ്റ് 3 ജിയോഗ്രഫിക് നോർത്ത് പോളിന്റെ കീഴിൽ സഞ്ചരിക്കുന്ന ആദ്യത്തെ അന്തർവാഹിനിയായ അല്ലെങ്കിൽ സബ്മറീനായ USS നോട്ടിലസ് മാറിയത്. അമേരിക്കൻ നാവികസേനയിലെ ആദ്യത്തെ ആറ്റോമിക് പവേർഡ് സബ്മറീനാണ് ഇത്. പ്രതികൂലമായ ഐസ് പാക്ക് സാഹചര്യങ്ങൾ കാരണം സബ്മറീന്റെ ആദ്യ വർഷത്തിന്റെ തുടക്കത്തിലെ പല ശ്രമങ്ങളും പരാജയപ്പെട്ടിരുന്നു. നോർത്ത് പോളിന്റെ കീഴിലായിരിക്കുമ്പോൾ ജീവനക്കാർ ഒരു പോസ്റ്റ് ഓഫീസ് സൃഷ്ടിക്കുകയും വീട്ടിൽ നിർമ്മിച്ച നോർത്ത് പോൾ സ്റ്റാമ്പ് ഉപയോഗിച്ച് അവരുടെ കത്തുകൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇത് പിന്നീട് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഒരു നിയമപരമായ പോസ്റ്റ് ഓഫീസായി പ്രഖ്യാപിച്ചു. സബ്മറീന്റെ കമാൻഡർ WR ആൻഡേഴ്സൺ ഏകദേശം 20 നോട്ട് വേഗതയിൽ 116 ജോലിക്കാരുമായി സെയിൽ നടത്തി. ഇത് പിന്നീട് അദ്ദേഹത്തിന് മെഡൽ ഓഫ് മെറിറ്റ് ലഭിക്കാൻ സഹായിച്ചു. 1958 ഓഗസ്റ്റ് 1 മുതൽ 5 വരെ നോട്ടിലസ് സബ്മറീൻ 10 മുതൽ 15 അടി വരെ കട്ടിയുള്ള മഞ്ഞുപാളിയുടെ അടിയിൽ 400 അടി താഴ്ചയിൽ 1830 മൈൽ സഞ്ചരിച്ചു. ഇതുവഴി നോർത്ത് പോളിന്റെ അടിയിൽ 13410 അടി ആഴമുള്ള ആർട്ടിക് തടം കണ്ടെത്തി. And the next one, നിയാൻഡർതാൽ. യെസ്, 1908 ഓഗസ്റ്റ് 3 ഫ്രാൻസിലെ ലാ ചാപ്പല്ല ഓക്സൈൻസിലെ ഒരു ഗുഹയിൽ നിന്ന് നിയാൻഡർതാലിന്റെ ഏതാണ്ട് പൂർണ്ണമായ കുഴിച്ചിട്ട അസ്ഥികൂടം 2 യുവ പുരോഹിതന്മാരായ അമേഡിയും ജീൻ ബൗസോണിയും കണ്ടെത്തിയത്. മാർസലിൻ ബൗൾ ആണ് ആർത്രറ്റിക് കണ്ടീഷൻ അവഗണിച്ച് ഇത് പരിശോധിച്ചത്. അദ്ദേഹത്തിന് പ്രസിദ്ധീകരിച്ച വിവരണത്തിൽ നിയാൻഡർതാലിനെ റുഡിമെന്ററി ഇന്റലക്ച്വൽ അബിലിറ്റീസ്, അതായത് അടിസ്ഥാന ബൗദ്ധിക കഴിവുകൾ ഉള്ളതും അതേപോലെ കുനിഞ്ഞ മുട്ടുകുത്തി നടക്കുന്ന രോമമുള്ള ഒരു ജീവിയായി വളരെയധികം സ്റ്റീരിയോ ടൈപ്പിക് രീതിയിലാണ് ആദ്യം ചിത്രീകരിച്ചത്. ഇത് പിന്നീട് വളരെയധികം വിവാദങ്ങളിലേക്ക് വഴിവെച്ചു. പിന്നീട് ഈ ഒരു തെറ്റ് 1950കളിൽ പലതരം ഗവേഷണങ്ങളിലൂടെ തിരുത്തപ്പെട്ടു. ജർമ്മനിയിലെ നിയാൻഡർ താഴ്വരയുടെ പേരിലാണ് ഈ ഒരു ഇനത്തിന് പേരിട്ടിരിക്കുന്നത്. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, പടിഞ്ഞാറൻ ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ 80 സ്ഥലങ്ങളിൽ നിന്നാണ് നിയാൻഡർതാൽ ഫോസിലുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതേപോലെ മറ്റു ചില സയന്റിഫിക് ഇവന്റ്സ് ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. 1926 ഓഗസ്റ്റ് 3 ബ്രിട്ടനിലെ ആദ്യത്തെ ട്രാഫിക് ലൈറ്റുകൾ പിക്കാഡലി സർക്കസിൽ സ്ഥാപിച്ചത്. 1596 ഓഗസ്റ്റ് 3 ജർമ്മൻ പാസ്റ്ററും അതേപോലെ ആസ്ട്രോണമിയിൽ അതിയായ താല്പര്യമുള്ള ഡേവിഡ് ഫാബ്രിഷ്യസ് ആണ് ആദ്യ വേരിയബിൾ നക്ഷത്രമായ മിറയുടെ ലൈറ്റ് വേരിയേഷൻ അഥവാ പ്രകാശ വ്യതിയാനം കണ്ടെത്തിയത്. അതേപോലെ 1904 ഓഗസ്റ്റ് 3 US ആദ്യത്തെ എയർഷിപ്പ് സർക്യൂട്ട് ഫ്ലൈറ്റ് കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ ക്യാപ്റ്റൻ തോമസ് S. ബാൽഡ്വിൻ വിജയകരമായി നിർമ്മിച്ചത്. സോ ഇതൊക്കെയാണ് ഈ ഓഗസ്റ്റ് 3 ചില സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് ഇവന്റ്സ് മൈൻഡിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.